ഷൊർണൂർ വാടാനംകുറിശി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും വീണ്ടും ബൈക്ക് മോഷണം. ശനിയാഴ്ചയാണ് സംഭവം. പൊയിലൂർ സ്വദേശിയുടെ ബൈക്കാണ് മോഷണം പോയത്. പൊയിലൂർ പുവക്കുഴി വീട്ടിൽ സിദ്ദിഖ് അക്ബറിന്റെ KL 51C 4818 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ഹീറോ ഹോണ്ട പാഷൻ പ്രോ ബൈക്കാണ് മോഷണം പോയത്. ശനിയാഴ്ച രാവിലെ ട്രെയിനിൽ പോകാനായി ബൈക്ക് ഇവിടെ നിർത്തിയിട്ടതായിരുന്നു. വൈകിട്ട് തിരിച്ചു വന്നപ്പോൾ ബൈക്ക് ഉണ്ടായിരുന്നില്ല. സമീപത്തൊക്കെ അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും കിട്ടിയില്ല. തുടർന്ന് ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നുവെന്ന് സിദ്ദിഖ് പറഞ്ഞു. ഇതിവിടെ ആദ്യ സംഭവമല്ല. നേരത്തെയും ഇവിടെ നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയിട്ടുണ്ട്. അതിനും തുമ്പൊന്നും ഉണ്ടായിട്ടില്ല. 4 മാസം മുൻപാണ് തന്റെ ബൈക്ക് ഇവിടെ നിന്നും മോഷണം പോയതെന്ന് സമീപവാസിയായ നൌഫലും പറഞ്ഞു. കാര്യക്ഷമമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നും ഇവിടെ CCTV സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇന്നലെ രാവിലെ എൻ്റെ വണ്ടിയാണ്. എൻ്റെ അനിയൻ ഇന്നലെ ഇവിടെ രാവിലെ 8:30 മണിക്ക് ഇവിടെ വണ്ടി റെയിൽവേയിൽ പാർക്ക് ചെയ്ത് പോയതാണ്. അങ്ങനെ ഇന്നലെ രാത്രി ഒരു 9:30 മണിക്ക് വണ്ടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ വണ്ടി കാണാനില്ല, വണ്ടി നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇതിന് മുന്നേ ഇവിടെ വണ്ടി ഒരുപാട് പോയിട്ടുണ്ടെന്ന് പറയുന്നത്. ഇവൻ്റെ വണ്ടി കുറച്ച് മുന്നേ ഇവിടെ നിന്ന് പോയി എന്നാണ് അറിയാൻ സാധിച്ചത്. എൻ്റെ വണ്ടി ഒരു 3-4 മാസമായി ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് വണ്ടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. സമാനമായ സംഭവങ്ങൾ ഈ പരിസരത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും വണ്ടികളോ വാഹനങ്ങളോ ഒന്നും കണ്ടെത്താൻ ഇതുവരെ അധികാരികൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ബൈക്ക് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മോഷ്ടാക്കൾ പിടിക്കപ്പെടാത്തത് കൊണ്ടാണ് വീണ്ടും അവർക്ക് വാഹനങ്ങൾ മോഷ്ടിക്കാനുള്ള ഒരു ധൈര്യം കണ്ടത്. അപ്പോൾ ഇന്നലെ നമ്മളെ വണ്ടി പോയി എന്ന് അറിഞ്ഞ സമയത്ത് തന്നെ ഷൊർണൂർ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് അവർ നമ്മളോട് ഒന്നിനും വിളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അന്വേഷിക്കുക. പക്ഷേ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം വെച്ചാൽ ഈ പരിസരത്ത് CCTV ഇല്ല. അത് വലിയൊരു പോരായ്മയാണ്. കാരണം ഇതൊരു മെയിൻ അത്യാവശ്യം ആളുകൾ വന്നു പോകുന്നൊരു റെയിൽവേ സ്റ്റേഷനാണ്, മെയിൻ ജംഗ്ഷനാണ്. ഇവിടെ റെയിൽവേൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ പൊതുവായിട്ടൊന്നും CCTV ഇല്ല. അതാണ് മോഷ്ടാക്കൾക്ക് ഒന്നും കൂടി സഹായമായി മാറിക്കൊണ്ടിരുന്നത്. അതിലുപരി പിന്നെ പകലിലാണ് ഈ കളവുകൾ നടക്കുന്നതാണ് ഏറ്റവും വലിയൊരു അതിശയിപ്പിക്കുന്ന ഒരു സംഭവം. കാരണം എന്താ വെച്ചാൽ എൻ്റെ വണ്ടി രാവിലെ 7:45 അവിടെ നിർത്തിപ്പോയി 4 മണിക്ക് തിരിച്ചു വന്നപ്പോൾ വണ്ടി കാണുന്നില്ല. സമാനമായ സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. രാവിലെ 7 മണിൻ്റെ ട്രെയിനിന് പോയിട്ട് 11:20 ട്രെയിനിന് തിരിച്ചു വന്നപ്പോൾ വണ്ടി കാണാതിരുന്നിട്ടുണ്ട് പരിധിപ്പുറം എൻ്റെ സുഹൃത്തിൻ്റെ. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഇഷ്ടംപോലെ ഇവിടെ നടക്കുന്നുണ്ട്. എന്താണ് ഇതൊന്ന് കണ്ടെത്താന്നുള്ളതാണ് അറിയാം. പാലക്കാട് കുളപ്പുള്ളി ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനായതിനാൽ യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമാണ് വാടാനംകുറിശി റെയിൽവേ സ്റ്റേഷൻ. നിരവധി ആളുകൾ ഇവിടെ ബൈക്ക് നിർത്തി ട്രെയിൻ യാത്ര ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ ആശങ്കയിലാണ്. ഇനി ഓരോ ആഘോഷവും വരവേൽക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ് M Space ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.